Hi, hello, good morning. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇത്രയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലവും ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെർട്ടിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. അതായത് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് കഴിഞ്ഞ മൂന്ന് അക്കൗണ്ട്സും, അതായത് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ഇത് മൂന്നും നമ്മൾ ഹൊറിസോണ്ടൽ പ്രസൻറ്റേഷനാണ് നമ്മൾ നടത്തിയത്. അതായത് ടി ഷേപ്പിലുള്ള അക്കൗണ്ട്, ഡെബിറ്റ് സൈഡ് എമൗണ്ട്, ദെൻ ക്രെഡിറ്റ് സൈഡ് എമൗണ്ട്, അങ്ങനെയായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെയിം അക്കൗണ്ട്സിൻ്റെ തന്നെ വെർട്ടിക്കൽ പ്രസൻറ്റേഷനാണ്. വെർട്ടിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ടി അക്കൗണ്ട് വരത്തില്ല. അതിൻ്റെ ഫോമാറ്റ് താഴെ കാണിച്ചിട്ടുണ്ട്, ഇതാ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതാ ഇങ്ങനെ വരും. ആദ്യം നമ്മുടെ മെയിൻ ഐറ്റം സെയിൽസിനകത്തും നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യും. ഇത് അക്കൗണ്ട് ഫോമാറ്റ് അല്ല കേട്ടോ, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമാറ്റിലാണ് ഇത് വരുന്നത്, വെർട്ടിക്കലായിട്ടാണ്. ഓക്കെ, സെയിൽസിനകത്തും നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യും. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ എങ്ങനെ സെയിൽസിനകത്തുനിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യും. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക്, ആഡ് പർച്ചേസ്, ആഡ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് തന്നെ, ഒരു മാറ്റവും ഇല്ല. അക്കൗണ്ട് ഫോർമാറ്റ് ചെയ്തത് ഇപ്പോൾ ഒരു ഈ വെർട്ടിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോമാറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, യാതൊരു വ്യത്യാസവും ഇല്ല. അവിടെ അക്കൗണ്ട് ഫോമാറ്റിൽ ചെയ്തപ്പോഴും നമ്മൾ എന്താ ചെയ്തത്? സെയിൽസിനകത്തും നമ്മൾ എന്തുവാ ചെയ്തത്? ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ഇതെല്ലാം കുറയ്ക്കുമല്ലായിരുന്നോ ഇപ്പോഴത്തെ സൈഡിലേക്ക്? അതുപോലെ തന്നെയാണ് സെയിൽസിനകത്തുനിന്ന് എന്ത് ലെസ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. ഓക്കെ ആണോ? ഇനി അതിനകത്തുനിന്ന് ഇൻഡയറക്റ്റ് ആയി, ഇനി അടുത്തത് നമ്മളെന്താ P&L അക്കൗണ്ടിലേക്ക് കിടക്കുമ്പം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യുമ്പോഴാണ്, അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ അറൈവ് ചെയ്യുന്നത്. ആൻഡ് എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് വരാം? സാലറീസ് വരാം, റെൻറ്റ് വരാം, സൺട്രി എക്സ്പെൻസസ്, ഇൻഷുറൻസ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ ആണോ? അടുത്തത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റും നമ്മൾ പഠിച്ച ടി അക്കൗണ്ട് പോലെ, ടി സ്റ്റേറ്റ്മെൻറ്റ് പോലെയല്ല, ഇതാ ഇതുപോലെയാണ്. യു ക്യാൻ സീ ഇൻ ദ സ്ക്രീൻ ദാറ്റ് ആദ്യത്തെ ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അസറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഫിക്സ്ഡ് അസറ്റ്സിനകത്ത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, വെഹിക്കിൾ, അങ്ങനെ എന്തൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് വരാവോ അതെല്ലാം നമുക്കവിടെ കാണിക്കാം. ദെൻ കറണ്ട് അസറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഡെറ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, അങ്ങനെ കുറേ ഐറ്റംസ് വരും. ഇനി അതിനകത്തുനിന്ന് എന്ത് ചെയ്യണം? കറണ്ട് ലൈബിലിറ്റീസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കേ. കറണ്ട് അസറ്റിൻ്റെയും ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ ടോട്ടലുണ്ട്, നമുക്ക് കറണ്ട് അസറ്റിൻ്റെയും ടോട്ടലുണ്ട്. ഇനി അതിനകത്തുനിന്ന് വേണം എന്ത് ലെസ് ചെയ്യാനായിട്ട്? നമ്മുടെ കറണ്ട് ലൈബിലിറ്റി ലെസ് ചെയ്യാനായിട്ട്. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ. ഇത്രയും ചെയ്യുമ്പോൾ എന്നാൽ നമുക്ക് എന്ത് കിട്ടുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് കറണ്ട് അസറ്റിൻ്റെ ടോട്ടലിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടൽ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റമാണ് ഇത്? വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ ആണോ? ദെൻ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ. ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ വർഷം കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് ക്യാപിറ്റലിൻ്റെ ബാലൻസ് കിട്ടത്തുള്ളൂ. ദെൻ അഡീഷണൽ ലൈബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലോൺസ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചേക്കുക. ടോട്ടൽ ലൈബിലിറ്റിയുടെ, അങ്ങനെ അസറ്റും ലൈബിലിറ്റീസും നമുക്ക് ഈക്വൽ ആക്കി കിട്ടും. ഫോർമാറ്റ് പിടി കിട്ടിയല്ലോ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കാമേ. From the information given in illustration 6, prepare trading and profit and loss account and the balance sheet in the vertical form. വെർട്ടിക്കൽ ഫോമിൽ ഇപ്പോൾ എക്സാമിന് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ നിങ്ങളോട് ഇന്ന മെത്തേഡിൽ ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ, അതായത് വെർട്ടിക്കൽ ഫോർമാറ്റിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ വെർട്ടിക്കൽ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മതി. ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ്, അതായത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഫോളോ ചെയ്യാം? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ടി, അതായത് അസറ്റ് ഡെബിറ്റ് സൈഡ്, അസറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലും ലൈബിലിറ്റീസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും വരുന്ന ഒരു അക്കൗണ്ട് നമ്മൾ പഠിച്ചില്ലേ? അതങ്ങ് ചെയ്താലും മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഇലിസ്ട്രേഷൻ 6ൻ്റെ ബേസിൽ, ഇലിസ്ട്രേഷൻ 6 എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടി ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു ഇലിസ്ട്രേഷൻ 6. ആ 6ൻ്റെ ബേസിലാണ് ഇവർ ഈ വെർട്ടിക്കൽ ഫോർമാറ്റിൽ ചെയ്തേക്കുന്നത്. അതാ നോക്കിക്കേ. സെയിൽസ് ആദ്യം നമ്മുടെ ഇനിയിപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഫോർമാറ്റ് ചെയ്യാൻ പോവുകയാണേ. ആദ്യമേ സെയിൽസ് എഴുതണം അല്ലേ? സെയിൽസ് എത്രയാണ്? 10 lakh ആയിരുന്നു.
സെയിൽസ് റിട്ടേൺ എത്രയാണ് 25,000. 10 lakh മൈനസ് 25,000. ഔട്ടർ കോളത്തിലേക്ക് ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് 9,75,000. ഓക്കെ, ഇനി അതിനകത്തുനിന്ന് എന്ത് നമ്മൾ ലെസ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് പ്ലസ് പർച്ചേസ് എടുക്കുമ്പം റിട്ടേൺസ് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എടുക്കാൻ. ഇവിടെ 5 lakh ആണ് പർച്ചേസ്, 15,000 പർച്ചേസ് റിട്ടേൺ. ഔട്ടർ കോളം പർച്ചേസ് വരുന്നത് 4,85,000. വേജസ്, ക്യാരേജ് ഇൻവേർട്സ്, കാർട്ടേജ്, ഇത് മൂന്നും ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്, ആഡ് ചെയ്യണം. ദെൻ ക്ലോസിംഗ് ഇൻവെൻട്രി അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh. ഇത്രയും ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,10,000 എന്ന് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെയിൽസ് 9,75,000 നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,10,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഹൗ മച്ച്? 4,65,000. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് ഇൻകംസ് ആഡ് ചെയ്യണം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ലെസ് ചെയ്യണം. ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകം ഒരെണ്ണം ഉണ്ട്, ഏതാ? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ആഡ് ചെയ്യണം. ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ ലെസ് ചെയ്യണം. ഏതൊക്കെ വരും? കാർട്ടേജ്, സാലറീസ്, വേജസ്, ജനറൽ എക്സ്പെൻസ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടും? ടോട്ടൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്ര? 1,35,000. ഇനി ഗ്രോസ് പ്രോഫിറ്റായ 4,70,000 നിന്ന് നമ്മുടെ 1,35,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് 3,35,000 കിട്ടും. സെയിം എമൗണ്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്യുന്ന സെയിം ഇത് തന്നെ നമുക്ക് കിട്ടും. ഇവർക്ക് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഇവർ ഈ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ പറഞ്ഞേക്കുന്നത്, അതായത് ഇവിടെ കണ്ടോ, ഇലിസ്ട്രേഷൻ 9 അവർ പറഞ്ഞിട്ടുണ്ട് ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ഇലിസ്ട്രേഷൻ 6. അതായത് ഇലിസ്ട്രേഷൻ 6ൻ്റെ ബേസിലാണ് ഇവരിത് ചെയ്തേക്കുന്നതെന്നാണ്. പക്ഷെ അത് തെറ്റാണ്. ഇലിസ്ട്രേഷൻ 6 അല്ല, 6 വെച്ചിട്ടല്ല ഇവരിവിടെ ചെയ്തേക്കുന്നത്. ഇലിസ്ട്രേഷൻ 8 വെച്ചിട്ടാണ്. നോട്ട് ചെയ്തേക്കണം. ഇലിസ്ട്രേഷൻ 8ൻ്റെ ബേസിലാണ് നമ്മളത് ചെയ്തതാണ്. ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരുന്ന ഒരു പ്രോബ്ലമാണ്. അത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇലിസ്ട്രേഷൻ 8ൻ്റെ ബേസിലാണ്, ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വെർട്ടിക്കലായിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത് 4,65,000. ഇവിടെ അത് തന്നെയല്ലേ വന്നേക്കുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,35,000. ഇവിടെ എത്ര തന്നെയാണ് വന്നേക്കുന്നത്? 3,35,000. ഓക്കെ, അടുത്തത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകണം. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ ആദ്യം ഏതാ? അസറ്റ് വെച്ച്, ഫിക്സഡ് അസറ്റ് വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ടല്ലേ. അപ്പം ഫിക്സഡ് അസറ്റിന് മുന്നേ ഫിക്സഡ് അസറ്റിൻ്റെ കൂടെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റും കൂടെ കാണിക്കണം. ഗുഡ് വിൽ, ലാൻഡ്, ആ ഫോർമാറ്റ് പോലെ തന്നെ ഗുഡ് വിൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും? ഫിക്സഡ് അസറ്റ്സിൻ്റെ ടോട്ടൽ 8,60,000. ഇനി കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്? ഇൻവെൻട്രി, ഡെറ്റേഴ്സ്, ബിൽ റിസീവബിൾ, ക്യാഷ് ഇൻ ഹാൻഡ്, ടോട്ടൽ 3,40,000. കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടലാണ് 3,40,000. ഇനി കറണ്ട് ലൈബിലിറ്റീസ് ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, അക്സെപ്റ്റൻസ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഇത്രയും ടോട്ടൽ. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ 3,40,000 ആൻഡ് കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടൽ 1,05,000. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് ആണ് ഇത് വർക്കിംഗ് ക്യാപിറ്റൽ 10,95,000 വരുന്നത്. ഓക്കെ ആണോ? അത് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലൈബിലിറ്റിയുടെയും ഡിഫറൻസ്. ദെൻ ക്യാപിറ്റൽ 5 lakh, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം 3,35,000. ലോൺ ഉണ്ട് ഒരു 2,60,000. അതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടോട്ടൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 10,95,000 ആണ്. 10,95,000. അതായത് അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റ്സിൻ്റെ ടോട്ടൽ 8,60,000 ഉണ്ട്. അതുകൂടാതെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, വർക്കിംഗ് ക്യാപിറ്റൽ 2,35,000. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10,95,000 കിട്ടും. അങ്ങനെ ലൈബിലിറ്റീസ് അതുപോലെ തന്നെ. ഇത്രയേ ഉള്ളൂ വെർട്ടിക്കൽ ഫോമിലെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. മാനുഫാക്ചറിങ് അക്കൗണ്ട് ആണ്. ഇൻ കേസ് ഓഫ് ട്രേഡിംഗ് കൺസേൺ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ബൈ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും പിന്നെ ഗ്രോസ് പ്രോഫിറ്റും.
ബട്ട് മാനുഫാക്ചറിങ് കൺസേൺ ഹാസ് ടു ഫസ്റ്റ് പ്രിപ്പയർ അനദർ അക്കൗണ്ട് കോൾഡ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പം സാധാരണ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനത്തെ കമ്പനീസ് ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനത്തെ ഓർഗനൈസേഷൻസ് ആയിരിക്കും? സാധാ ഒരു ട്രേഡിംഗ് ഫേം അല്ലെങ്കിൽ ഒരു സാധാ നമ്മൾ സിംപ്ലി കച്ചവടം മാത്രം നടത്തുന്ന ഒരു ട്രേഡിംഗ് കൺസേൺ ഇല്ലേ, അതിൻ്റെ ആയിരിക്കും. പക്ഷേ ഒരു മാനുഫാക്ചറിങ് കൺസേൺ എന്ന് വെച്ചാൽ എന്താ, അവർ റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ മാർക്കറ്റിൽ എത്തിക്കുന്നത്. അപ്പോൾ അവർ ട്രേഡിംഗ് അക്കൗണ്ടിന് മുന്നേ ആയിട്ട് അവർ ഏതൊരു അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യണം? മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ്. എന്നിട്ട് ഇങ്ങനെ ഈ നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിലൂടെ നമുക്ക് എന്തുവാ കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് കിട്ടും. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്, സോൾഡ് അല്ല കേട്ടോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആണ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. എന്നിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിക്കുന്നു. ഓക്കെ, രണ്ടിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് എത്രത്തോളം കോസ്റ്റ് ആയി എന്നുള്ളതാണ്. അതേസമയം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് കഴിയുന്നത് വരെ നമുക്ക് എത്ര കോസ്റ്റ് ഉണ്ടാവുന്നുണ്ടെന്നാണ്. രണ്ടിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കി വെച്ചോണം. അപ്പോൾ അതാ നോക്കിയേ, മാനുഫാക്ചറിങ് കൺസേൺ പർച്ചേസസ് റോ മെറ്റീരിയൽസ് ഫ്രം ദ മാർക്കറ്റ് ആൻഡ് കൺവേർട്ട്സ് ദം ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഫോർ സെയിൽ. റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ദസ് ഇൻക്ലൂഡ് 2 മേജർ കോസ്റ്റ്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡിനകത്ത് 2 തരം കോസ്റ്റുകൾ വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡും കോസ്റ്റ് ഓഫ് കൺവേർഷൻ. അതായത് മെറ്റീരിയൽസ് എത്ര എടുത്തു, എത്ര നമ്മൾ കൺവേർട്ട് ചെയ്തു, ഇത്രയാണ് കേട്ടോ. അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്, അതായത് എത്ര രൂപയുടെ റോ മെറ്റീരിയൽസ് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇതിനകത്ത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂം. ഞാനതങ്ങ് പറഞ്ഞു നോക്കിക്കേ. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, അതാണ് താഴെ ഇലിസ്ട്രേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എത്രയുണ്ട്? 70,000. അതായത് അവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. For example, a firm purchased raw materials worth ₹6,50,000 during 2018. Firm purchase ചെയ്ത എമൗണ്ട് ആണ്. And its stock of raw materials on 1st January 2018. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 70,000 ഉണ്ട്. ആൻഡ് ഓൺ December 31st 2018 ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിട്ട് മാറി? 90,000 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇക്വേഷൻ ഇങ്ങനെയാണ്: ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് കിട്ടും. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 70,000, അതായത് കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക്. പർച്ചേസ് എത്രയാണ്? ഈ വർഷം നടത്തിയ പർച്ചേസ് 6,50,000. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 7,20,000. ഇനി അതിനകത്തുനിന്ന് എന്ത് ലെസ് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? 90,000. അത്രയും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. ഓക്കെ, the direct expenses include on the purchase of raw materials such as freight, import duty, dock dues, cartage, etc. can also be included in the cost of raw materials consumed. അതുകൂടാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ഫ്രൈറ്റ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, അങ്ങനെയുള്ള കാർട്ടേജ്, ഇതുപോലുള്ള എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഈ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂമിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് കൺവേർഷൻ. ദിസ് ഇൻക്ലൂഡ്സ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ ഫാക്ടറി സച്ച് ആസ് വേജ് പെയ്ഡ് ടു ലേബർ, സാലറീസ് ഓഫ് സൂപ്പർവൈസറി സ്റ്റാഫ്, ഫാക്ടറി റെൻ്റ് ആൻഡ് റേറ്റ്സ്, മോട്ടീവ് പവർ, റിപ്പയർസ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി, ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. അതായത് ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളുമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് കൺവേർഷന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഓൾ ദീസ് എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ടു ദ മാനുഫാക്ചറിങ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യാണ്? മാനുഫാക്ചറിങ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി മാനുഫാക്ചറിങ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പഠിക്കണം. ഡെബിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദ ബിഗിനിങ്, ദെൻ റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്, അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ മെത്തേഡ് നമ്മളിപ്പോൾ കണ്ടു. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകൾ, ക്യാരേജ്, കാർട്ടേജ്, മാനുഫാക്ചറിങ് വേജസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത്രയാണ് ഡെബിറ്റിൽ താഴോട്ട് വരുന്ന എല്ലാ എക്സ്പെൻസുകളും. കോൾ ആൻഡ് ഗ്യാസ്, ഓയിൽ ആൻഡ് ഗ്രീസ്, ഫാക്ടറി ലൈറ്റിംഗ്, ഇതെല്ലാം ഡെബിറ്റ് ചെയ്യണം.
ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്താ, ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ എന്താ മിച്ചം വരുന്ന ചില സാധനങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ തുണിക്കടകളിലൊക്കെ ആണെങ്കിലേ ഈ നമ്മൾ തുണികളൊക്കെ വെട്ടിയതിന് ശേഷം ബാക്കി വരുന്ന മിച്ചം, ഇത് മുറിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഇല്ലേ, അതിനൊക്കെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വിൽക്കാം. അതുപോലെ ഇനി വെഹിക്കിൾ മാനുഫാക്ചറിങ്, അതായത് വാഹന നിർമ്മാണ സ്ഥലങ്ങളിലൊക്കെയും ഇതുപോലെ ഇരുമ്പിൻ്റെ കഷ്ണമൊക്കെ ബാക്കി വരും, അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് വരും. അതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും, സെയിൽ ഓഫ് സ്ക്രാപ്പ്. അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് അറ്റ് ദി എൻഡിലുള്ള വർക്കിംഗ് പ്രോഗ്രസ്. ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് കിട്ടുന്നത്. ഈ എമൗണ്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇവിടെ കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്, പ്രൊഡ്യൂസ്ഡ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ അവിടെ തൊട്ട് ട്രേഡിങ്, P&L അങ്ങനെ അങ്ങ് പോകും. ഇനി മേളത്തെ ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുന്ന വേർഡ്സിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട്. സ്ക്രാപ്പ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. സ്ക്രാപ്പ് ഈസ് യൂസ്ഡ് ഫോർ വേസ്റ്റ് മെറ്റീരിയൽസ് കമ്മിങ് ഔട്ട് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റ് മെറ്റീരിയലാണ് ഏത്, സ്ക്രാപ്പ്. നമുക്കത് വിറ്റ് പൈസ ഉണ്ടാക്കാവുന്നതാണ്. എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കട്ടിങ് ഓഫ് ക്ലോത്തേഴ്സ്, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഫാക്ടറി ആൻഡ് മെറ്റൽ കട്ടിങ് ഇൻ എഞ്ചിനീയറിംഗ് ഫാക്ടറീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് സ്ക്രാപ്പ്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ രണ്ടും അവിടെ വന്നിട്ടുണ്ട്. അടുത്ത വർക്ക് ഇൻ പ്രോഗ്രസ്. It is quite likely that at the end of the year there may be certain goods which are still in process of manufacture. അതായത് അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡ് ആയാലും അവിടെ കുറച്ച് പ്രോഡക്റ്റ്സ് എന്തായിരിക്കും, അണ്ടർ പ്രോസസ് ആയിരിക്കും. അതായത് അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കാനും, കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ മാനുഫാക്ചറിങ് പ്രോസസ്സിലായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതിനെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നും പറയും. വർക്കിംഗ് പ്രോഗ്രസ്സിനെ തന്നെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നും പറയും. ദെൻ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്തായിരിക്കും, ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 10 ആണ് നമ്മൾ ചെയ്യുന്നത്.